നമുക്ക് അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചീനിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ സവാള, ഇഞ്ചി. അത് തന്നെ എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് മരിക്കാനിടുക. കുറച്ച് കടുക് ഇട്ട് തേങ്ങാക്കൊത്ത് മരിക്കാനിടുക. അത് കഴിഞ്ഞ് സവാള, പച്ചമുളക് ഇത് രണ്ടും കൂടെ വഴറ്റി നല്ല രീതിയിൽ വഴറ്റി അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചതച്ച് കുറച്ചിട്ട് വഴറ്റുക. വഴറ്റി കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി പൗഡർ, കുറച്ച് കറി മസാല ഇതും കൂടെ മൂന്നും കൂടെ ചേർത്ത് ഇട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് അവസാനം തക്കാളി ചേർക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി കുറച്ച് മല്ലിയിലയും കൂടെ ഇടുക. നല്ല ഇച്ചിരി ഫ്ലേവർ കിട്ടും. ഇത് ഞാൻ നേരത്തെ ബീഫും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ വേവിക്കാൻ വെച്ചിരുന്നതാണ്. ഒരു കുക്കറിനകത്താണ് വേവിക്കാൻ വെച്ചിരുന്നത്. വേവിച്ച് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി കുറച്ച് കുരുമുളകും കൂടെ ചതച്ച് ഇതിലേക്കിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റി നമ്മൾ ആ ബീഫ് വേവിക്കാൻ വെച്ചിരുന്ന വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കമൻസ് അറിയിക്കും.